ഞാൻ തേങ്ങയൊന്നും അരയ്ക്കാതെ ഉണ്ടാക്കണ അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ എവിടെ നോക്കിയിട്ട് ചെയ്തതല്ല. എനിക്ക് തോന്നി ഈ തേങ്ങയ്ക്കൊക്കെ ഇവിടെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഈ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരയ്ക്കാതെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും തോന്നിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. പക്ഷെ അത് സക്സസ് ആയി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പച്ചരി ഒന്ന് കുതിർക്കാൻ വെക്കണം കേട്ടോ. ഞാൻ 4 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, കാരണം 2 ദിവസത്തേക്കുള്ള മാവാട്ടോ അരച്ച് വെക്കണത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് നമ്മൾ വെള്ള അവലാണ് കേട്ടോ. അവൽ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ടാവും. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കണം കേട്ടോ. എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് കുതിർത്ത് വെച്ച പച്ചരി, കുതിർത്ത് വെച്ച അവൽ, പിന്നെ കുറച്ച് ഈസ്റ്റ്, പഞ്ചസാര ഇട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഞാൻ ഇതിൽ ഒരു ഗ്ലാസ് തേങ്ങാവെള്ളം ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ടാട്ടോ അരച്ചെടുത്തത്. പിന്നെ ബാക്കി പച്ചവെള്ളത്തിൽ. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാലിൽ അരച്ചെടുത്താൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം മാവൊക്കെ നന്നായി പൊന്തി വന്ന് അപ്പം ചുട്ടപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ അപ്പം ഇരിക്കുന്നത് കേട്ടോ. തേങ്ങയില്ലാത്ത അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുറുമക്കറി ആയിട്ട് ഉണ്ടാക്കിയത്. ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ അന്നൊരു റെസിപ്പി ഇട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പോൾ ശരി, ടാറ്റ.